അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന ഒരു പുതിയ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സിഡിയറി ബുക്ക് അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹോംവർക്കുകൾ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ഞാൻ പിന്നീട് അയക്കും. ഇന്നത്തെ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട നോട്ട്സും അതിൻ്റെ ഹോംവർക്കൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും തേയ്മാനം എന്നാണ് അർത്ഥം. പക്ഷേ എന്താണ് ഈ തേയ്മാനം? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണല്ലോ ചെരുപ്പ് എന്ന് പറയുന്നത്. ചെരുപ്പ് നമ്മൾ വാങ്ങി ഒരു 6 മാസം വേണ്ട, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്ക് അത് തേഞ്ഞു പോകും. ഇതൊരു തേയ്മാനമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തേയ്മാനം സംഭവിച്ചത്? ഇതിന് തേയ്മാനം വെറുതെ അങ്ങോട്ട് ചെരുപ്പ് വാങ്ങിയത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇതിന് തേയ്മാനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് ഉപയോഗിക്കണം, അല്ലെങ്കിലോ ദുരുപയോഗം ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് തേയ്മാനം സംഭവിക്കുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ടൻസിയിൽ ഉദ്ദേശിക്കുന്നത്, ഡിപ്രീസിയേഷൻ മീൻസ് ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. ഉപയോഗം കൊണ്ട്, യൂസ് ഓർ അബ്യൂസ്, അതായത് ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗം കൊണ്ട് ഫിക്സഡ് അസറ്റുകളുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനെ നാം വിളിക്കുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ. ഇവിടെ പറയുന്നൊരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. ലോസ് ഇൻ ദ വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി ഓഫ് അസറ്റ്സ് ഡ്യൂ ടു ദെയർ കോൺസ്റ്റന്റ് യൂസ് ആൻഡ് എക്സ്പയറി ഓഫ് ടൈം ഈസ് ടേംഡ് ആസ് ഡിപ്രീസിയേഷൻ. കാലപ്പഴക്കം കൊണ്ടോ ഉപയോഗം കൊണ്ടോ ദുരുപയോഗം കൊണ്ടോ ഒരു അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന മാറ്റം, കുറവ്, അതിനെ നാം വിളിക്കുന്ന പേരാണെന്ത്? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ ദ വാല്യൂ, മൂല്യത്തിലുണ്ടാകുന്ന കുറവാണ്, നഷ്ടമാണ്. ആൻഡ് യൂട്ടിലിറ്റി ഓഫ് അസറ്റ്സ് ഡ്യൂ ടു ദെയർ കോൺസ്റ്റൻറ്റ് യൂസ്, സ്ഥിരമായി ഒരു അസറ്റ് ഉപയോഗിക്കുന്നത് കാരണം. ആൻഡ് എക്സ്പയറി ഓഫ് ടൈം, അതിൻ്റെ കാലാവധി തീരുക. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന, വിലയിലുണ്ടാകുന്ന കുറവിനെ നാം വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷന് നീഡ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ. എന്തിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ആവശ്യകത എന്താണ്? ഒന്നാമത് പറയുന്നത് ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ് എന്നാണ്. എന്തിനു വേണ്ടിയാണ്? ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ശരിയായ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. Assets such as plant and machinery are held for the purpose of earning income. It has only limited period of useful lifetime. Therefore, it is necessary that loss arising on those assets through wear and tear should considered as business loss. അതായത് ബിസിനസ്സിൻ്റെ ലോസ്, ബിസിനസ് നഷ്ടങ്ങളെ വിലയിരുത്തപ്പെടാനും ബിസിനസ്സിൻ്റെ ശരിയായ മൂല്യവും ബിസിനസ്സിൻ്റെ റിസൾട്ട്, ഫലം, പ്രോഫിറ്റിലേക്കാണോ ലോസിലേക്കാണോ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ്? ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. സെക്കൻഡ് പോയിന്റ്, ടു പ്രസൻറ്റ് ട്രൂ ബാലൻസ് ഷീറ്റ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ടു പ്രസൻറ്റ് ട്രൂ ബാലൻസ് ഷീറ്റ്, ശരിയായ സാമ്പത്തിക ഗതിവിഗതികളെ വിലയിരുത്താൻ ബാലൻസ് ഷീറ്റാണ്. ഇറ്റ് വിൽ ബി ഇംപ്രോപ്പർ ടു ഷോ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓൾവേസ് ഇറ്റ് കോസ്റ്റ് വെൻ ദെയർ വാല്യൂ ഹാസ് ഫാളൻ ബിക്കോസ് ഓഫ് വിയർ ആൻഡ് ടിയർ. ഫിക്സഡ് അസറ്റ്സുകളാണല്ലോ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഉണ്ടാവുക. അതിൽ ചില അസറ്റ്സുകൾ, മെഷീന് ഒരു ഫിക്സഡ് അസറ്റാണ്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു മെഷീൻ ഉപയോഗിക്കുന്നു കാലങ്ങളായി. 4 വർഷമായിട്ടൊരു മെഷീൻ വർക്ക് ചെയ്യുന്നു. 4 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യത്തിൽ എന്തുണ്ടായിരിക്കും? വാല്യൂവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ശരിയായ ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മൂല്യം എത്രയായി? 10% അതിന് ഡിപ്രീസിയേഷൻ സംഭവിച്ച് ഇപ്പോൾ അതിൻ്റെ വില 40,000 ഉണ്ടായിരുന്നത് 36,000 രൂപയിലെത്തി എന്നൊക്കെ പറയണമെങ്കിൽ, പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ അനിവാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു റീറ്റെയിൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെൻറ്റ് എന്നതാണ്. റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്താൻ. അതായത് അസറ്റ്സ് മേ ബിക്കം വാല്യൂലെസ് ആഫ്റ്റർ ഹാവിങ് യൂസ്ഡ് ഫോർ സം ടൈം. കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ ഇല്ലാതെയാവും. റീപ്ലേസിങ് ഓഫ് സച്ച് അസറ്റ്സ് ബൈ ന്യൂ വൺസ് വിൽ ഇൻവോൾവ് ലാർജ് എമൗണ്ട് ഓഫ് മണി. അങ്ങനെ അത് റീപ്ലേസ് ചെയ്യാൻ വലിയൊരു എമൗണ്ട് ആവശ്യമായി വരും.
if depreciation provided the amount equal to depreciation is not distributed but retained in the business and will accumulate year after year. വർഷാവർഷം ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും എന്നതാണ്. അതായത് ഓരോ വർഷത്തിലും ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഒന്നാമത്തെ വർഷം 10,000, രണ്ടാമത്തെ വർഷം 10,000 ആകുമ്പോൾ അതിൻ്റെ മൂല്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഫിക്സഡ് അസറ്റ്സിൻ്റെ നഷ്ടം എന്ന് പറയുന്നതും ബിസിനസ്സിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതിന് റീപ്ലേസ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്, ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി കൂടെയാണ് ഡിപ്രീസിയേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടു അസൈറ്റ് ഇൻ അക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് കണക്കാക്കാൻ വേണ്ടി കൂടിയാണ്. Depreciation of assets is a part of cost of production. If depreciation is not provided for, cost of the product shown will lower and the sale price will be fixed accordingly. അതായത് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലോ ആയിപ്പോവും. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺലി, ലാഭത്തിൽ നിന്ന് മാത്രമുള്ള ഡിവിഡൻഡ് വീതിക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യൽ അനിവാര്യമാണ്. ടു അവോയ്ഡ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഡിപ്രീസിയേഷൻ ഈസ് ആൻ അലവബിൾ എക്സ്പെൻഡിച്ചർ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അലവബിൾ ആയിരിക്കുന്ന ഒന്നാണ് ഡിപ്രീസിയേഷൻ. സോ അതുകൊണ്ട് തന്നെ ടു എൻജോയ് ദ ബെനിഫിറ്റ് ഇൻ ദ ഫോം ഓഫ് പേയിങ് ലെസ് ടാക്സ്, ഡിപ്രീസിയേഷൻ മസ്റ്റ് ബി പ്രൊവൈഡ് ഫോർ. ഫിക്സഡ് അസറ്റുകൾക്കൊക്കെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ടാക്സിൻ്റെ എമൗണ്ടിൽ വേരിയേഷൻ വരും. അതിനു വേണ്ടിയാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ അനിവാര്യത. ഏഴാമത് പറയും ടു ഫുൾഫിൽ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്നാണ്. സർട്ടൻ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ലൈക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആർ അണ്ടർ ആൻ ഓബ്ലിഗേഷൻ ടു പ്രൊവൈഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ദെയർ ഫിക്സ്ഡ് ആൻഡ് വേസ്റ്റിംഗ് അസറ്റ്സ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ലോ. നിയമപ്രകാരമായിട്ടുള്ള അസറ്റ്സുകളുടെയൊക്കെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നിയമപരമായി അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ അനിവാര്യമാണ്. അതിനു വേണ്ടിയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നാണ് ആ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പോയിൻറ്റ്സുകൾ പഠിക്കുക നിങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ജേണൽ എൻട്രീസ് ആണ്. ഈ ജേണൽ എൻട്രി അറിഞ്ഞെങ്കിലേ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് അഥവാ കണക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, ആ കണക്കിന് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ജേണൽ എൻട്രി? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ. ജേണൽ എൻട്രീസ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ആർ ആസ് ഫോളോസ്. ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അഥവാ ജേണൽ എൻട്രി താഴെ പറയുന്നു. ഫസ്റ്റ്, പർച്ചേസ് ഓഫ് അസറ്റ്, അസറ്റ് വാങ്ങുക, ഒരു അസറ്റ് വാങ്ങുന്നു. അസറ്റ് വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട്. എല്ലാം കൂടെ നിങ്ങൾ പഠിക്കേണ്ട. സാധാരണ രീതിയിൽ ഒരു അസറ്റ് വാങ്ങുമ്പോൾ ജേണൽ എൻട്രി നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പർച്ചേസ്ഡ് മെഷീനറി, മെഷീനറി ഒരു അസറ്റ് അല്ലേ? പർച്ചേസ്ഡ് മെഷീനറി വാങ്ങി. എന്താണ് ജേണൽ എൻട്രി? മെഷീനറി ആണ് വാങ്ങിയത്. എന്ത് കൊടുത്താൽ വാങ്ങുക? ക്യാഷ് കൊടുത്ത്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരുന്നത്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ്ഡ്, ഫർണിച്ചർ വാങ്ങി. ജേണൽ എൻട്രി എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഏതൊരു അസറ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ആ അസറ്റ് ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലായല്ലോ? പർച്ചേസ് ഓഫ് അസറ്റ് എന്ന ജേണൽ എൻട്രി മനസ്സിലായല്ലോ? എന്നാൽ രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്. ഈ അസറ്റുകളുടെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ജേണൽ എൻട്രി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്. നന്നായി പഠിക്കണം. ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്, ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ്. അപ്പോൾ രണ്ട് ജേണൽ എൻട്രി പഠിച്ചു. ഒന്ന് പർച്ചേസ് ഓഫ് അസറ്റ്, അസറ്റ് വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രി, അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ സപ്ലയേഴ്സ്. രണ്ടാമത്തേത് പഠിച്ചു ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്, അസറ്റുകളുടെ മുകളിൽ ഡിപ്രീസിയേഷൻ വരുമ്പോഴുള്ള ജേണൽ എൻട്രി, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇനി മൂന്നാമത് പറയുന്നത് ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ ടു പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ മുകളിലുള്ള ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ഈ ഡിപ്രീസിയേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. റെഡി അല്ലേ? 3 ജേണൽ എൻട്രി മനസ്സിലായല്ലോ?
നാലാമത്തെ എൻട്രിയാണ് സെയിൽ ഓഫ് അസറ്റ്. സെയിൽ ഓഫ് അസറ്റ് എന്താ അതിൻ്റെ അർത്ഥം? സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് വിൽക്കുക. അസറ്റ് വിൽക്കുമ്പോൾ എന്തെത്താ കിട്ടുക? അസറ്റ് വാങ്ങിയപ്പോൾ ക്യാഷ് പോയി, അസറ്റ് വിൽക്കുമ്പോഴോ ക്യാഷ് കിട്ടും. ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്, അല്ലെങ്കിലോ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്. സെയിൽ ഓഫ് അസറ്റ് ടു ലോസ്, അസറ്റ് വിറ്റത് ലോസിലാണ്, നഷ്ടത്തിലാണ് അസറ്റ് വിറ്റതെങ്കിലോ ബാങ്ക് അക്കൗണ്ട് അറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്. റെഡി അല്ലേ? അപ്പോൾ സെയിൽ ഓഫ് അസറ്റ് അറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ അസറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഇനി പ്രോഫിറ്റിന് വിൽക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. എക്സാമിന് ഷുവർ 100% ഗ്യാരണ്ടി, അങ്ങനെ തന്നെ പറയാൻ പറ്റും. നിങ്ങളിനി എഴുതാൻ പോകുന്ന +1 എക്സാമിൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോട് കൂടി തരാൻ പറ്റുന്ന ചോദ്യമാണിത്. എന്താണ്? സ്ട്രൈറ്റ് ലൈൻ അഥവാ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ രണ്ടെണ്ണാണ്. ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. എന്താണ് മെത്തേഡിന്റെ പേര്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. എന്താണ് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്? പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ചില ആളുകൾക്ക്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട്, ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, ഗഡുക്കളായിട്ട്, അടവുകളായിട്ട് നൽകുക എന്ന് പറയാം. അത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? This is a method in which a fixed amount is deducted from the value of an asset year after year on account of depreciation and debited to profit and loss account. ഓരോ വർഷത്തിലും വർഷാവർഷം ഒരു അസറ്റിൻ്റെ വില ഒരു നിശ്ചിത തുക കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരുന്ന മെത്തേഡിനാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുക. ഉദാഹരണത്തിന് ഒരാൾ 10,000 രൂപയുടെ ഒരു അസറ്റ് വാങ്ങി എന്ന് വിചാരിക്കുക. ആ 10,000 രൂപ വിലയുള്ള അസറ്റിന് എല്ലാ വർഷവും 10% ഡിപ്രീസിയേഷൻ ആണ് എന്ന് ചോദ്യത്തിൽ തരുന്നു. അപ്പോൾ 10,000-ൻ്റെ 10% എത്രയായിരിക്കും? 10,000-ൻ്റെ 10% 1000. അപ്പോൾ ഓരോ വർഷത്തിലും എത്ര രൂപ വീതം കുറയുന്നു? 1000 രൂപ കുറയുന്നു. അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ 10,000 ഉണ്ടായിരുന്നു, അതിൽ 1000 രൂപ വർഷാവസാനത്തിൽ കുറഞ്ഞു. അപ്പോൾ അടുത്ത വർഷത്തിന് തുടക്കത്തിൽ ഈ അസറ്റിൻ്റെ വില എത്രയായി? 10,000-ൽ നിന്ന് 1000 കുറച്ചാൽ 9,000. രണ്ടാമത്തെ വർഷത്തിന് തുടക്കത്തിലാണ് 9,000 രൂപ വിലയുള്ളത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു അസറ്റ് വാങ്ങി എത്ര രൂപയ്ക്ക്? 10,000 രൂപയ്ക്ക് അഥവാ 10,000 രൂപയ്ക്ക്. അതിന് ആ വർഷത്തിൽ എത്ര രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചു? 1000. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിലുണ്ടാകുന്ന കുറവ്. അപ്പോൾ എത്ര രൂപ കുറഞ്ഞു? 1000 രൂപ കുറഞ്ഞു. ഇപ്പോൾ എത്രയാണ് അതിൻ്റെ വില ഉള്ളത്? 9,000. ഇനി പറയുന്നത് രണ്ടാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിൽ 9,000 ഉണ്ട്, ആ വർഷത്തിലും ഇതേ എമൗണ്ട് തന്നെ ഡിപ്രീസിയേഷൻ സംഭവിക്കുകയാണ്, 1000 രൂപ. അപ്പോൾ രണ്ടാമത്തെ വർഷം അവസാനമാകുമ്പോൾ ഇതിൻ്റെ വില എത്രയായി? 9,000-ൽ നിന്ന് 1000 കുറഞ്ഞു, 8,000 ആയി. മൂന്നാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് 8,000 രൂപ ഉള്ളത്, ആ മൂന്നാമത്തെ വർഷത്തിലും അവസാനമാകുമ്പോഴേക്ക് 1000 വീണ്ടും കുറയുന്നു. അപ്പോൾ നാലാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ വില 7,000 ആയി. ഇങ്ങനെ ഓരോ വർഷത്തിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള തുക, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ 1000 എന്ന് പറഞ്ഞ ആ ഒരു തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലുള്ള ഡിപ്രീസിയേഷൻ അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ തരാം, ഇത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ എന്ന് തരും. ഇനി ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ, ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല ഓരോ വർഷവും ഇതിന് സംഭവിക്കുന്ന തേയ്മാനം ഇത്രയാണ്, ഇത്ര ശതമാനമാണ് എന്ന് ഡിപ്രീസിയേഷനെ കുറിച്ച് ചോദ്യത്തിലില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യം എന്താണ്?
ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൂത്രവാക്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. OC മൈനസ് SV ഡിവൈഡഡ് ബൈ LT. എന്താണ് OC ഒറിജിനൽ കോസ്റ്റ്. എന്താണ് SV സ്ക്രാപ്പ് വാല്യൂ. എന്താണ് LT ലൈഫ് ടൈം. അപ്പോൾ OCയിൽ നിന്ന് ആരെ കുറയ്ക്കുക? SVയെ കുറയ്ക്കുക. എന്നിട്ട് ഹരിക്കുക. എന്തുകൊണ്ട് ഹരിക്കുക? ലൈഫ് ടൈം കൊണ്ട് ഹരിക്കുക. ഉദാഹരണത്തിന് ഒരു അസറ്റ് വാങ്ങിയത് 10,000 രൂപയ്ക്കാണ്. 10,000 രൂപയാണ് വാങ്ങിയ വില. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഒറിജിനൽ കോസ്റ്റ് 10,000 മൈനസ് SV സ്ക്രാപ്പ് വാല്യൂ. ശ്രദ്ധിക്കുക എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷിക്കുന്ന മൂല്യം എന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെറുതായിരുന്ന സമയത്തുണ്ടായിരുന്ന ഓരോരോ എന്തെങ്കിലും ഒരു സംഗതി, വാഹനം, സൈക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ ചെയർ പൊട്ടിയിട്ട് നിങ്ങളിപ്പോൾ പോളി മാർക്കറ്റിൽ അത് വിൽക്കുകയാണ്. നിങ്ങൾ വാങ്ങി അന്ന് ആ ചെയറിന് 600 രൂപ വില ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ പൊട്ടി കാലൊക്കെ മുറിഞ്ഞ ആ ചെയർ പോളി മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ 600 രൂപ നിങ്ങൾക്ക് കിട്ടുമോ? ചിലപ്പം 5 രൂപയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 10 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 10 രൂപയെ അല്ലെങ്കിൽ 5 രൂപയെ വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം മുഴുവനും കത്തി നശിച്ചു എന്ന് വിചാരിക്കുക. അതിൽ ഡെസ്കുകളും ബെഞ്ചുകളും ഒക്കെ ഉണ്ട്, ഫർണിച്ചറുകളുണ്ട്. എല്ലാം കത്തി നശിച്ചപ്പോൾ ഇരുമ്പിൻ്റെ ബെഞ്ചും ഡെസ്കും ഇരുമ്പിൻ്റെ സ്റ്റാൻഡായിരുന്നു. ആ സ്റ്റാൻഡ് ഒഴിച്ച് മരങ്ങൾ മുഴുവനും കത്തി നശിച്ചു. ശേഷിക്കുന്ന ഭാഗം ആ ഇരുമ്പുകൾ തൂക്കി വിറ്റപ്പോൾ കിട്ടിയത് ഒരു 1000 രൂപ. എങ്കിൽ ഈ 1000 നാം വിളിക്കുന്ന പേര് സ്ക്രാപ്പ് വാല്യൂ എന്നാണ്. അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് ഒരാളൊരു അസറ്റ് വാങ്ങി 5 വർഷം അത് ഉപയോഗിച്ചു. 5 വർഷം കഴിഞ്ഞ ശേഷം അത് വിറ്റ സമയത്ത് കിട്ടിയത് ഒരു 500 രൂപ. ഇതിനെ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് വാല്യൂ എന്നാണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ ശേഷിക്കുന്ന സിസ്റ്റം എന്നാണ് അർത്ഥം. സിസ്റ്റ വാല്യൂ എന്ന് പറയും സ്ക്രാപ്പ് വാല്യൂവിന്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സൂത്രവാക്യം ഞാൻ പറഞ്ഞത്, അസറ്റിൻ്റെ ഒറിജിനൽ വിലയിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂവിനെ കുറച്ച് കിട്ടുന്ന തുകയെ ലൈഫ് ടൈം കൊണ്ട് ഹരിക്കുക. ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലയളവിലേക്കാണ് ഈ അസറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയെങ്കിൽ അത് 10 വർഷം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈം 10 ആണ്. 8 വർഷം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം 8 ആണ്. ഉദാഹരണത്തിന് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്നത് കൃത്യമായി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് കുറയ്ക്കണം, സ്ക്രാപ്പ് വാല്യൂ ഹരിക്കണം ഇഫക്റ്റീവ് ലൈഫ്. ആദ്യം രണ്ടും തമ്മിൽ കുറച്ച് കിട്ടിയ ഉത്തരത്തെ ലൈഫ് ടൈം കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്നതാണ് ഡിപ്രീസിയേഷൻ. എന്നത്തെ കിട്ടുക? ഡിപ്രീസിയേഷൻ. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇലസ്ട്രേഷൻ 1 ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളുടെ 176-ാമത്തെ പേജിൽ കാണാം. മെഗാ കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹250,000 ഓൺ 1 ജാനുവരി 2003. 2003 ജനുവരി 1-ാം തീയതി മെഗാ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹250,000 2,50,000 രൂപ വില വരുന്ന മെഷീനറി വാങ്ങി. ഡിപ്രീസിയേഷൻ ഈസ് ടു ബി ചാർജ്ഡ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് ആനുവലി. എങ്ങനെയാണ്? ആനുവലി, വാർഷികമായിട്ടാണ്. അക്കോർഡിംഗ് ടു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഏത് മെത്തേഡ് പ്രകാരമാണ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ മെത്തേഡുകൾ നമ്മൾ ഓർമ്മ വേണം. 2 മെത്തേഡുണ്ട്. ഒന്നാമത്തേതിൻ്റെ പേര് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ തന്നെ വിളിക്കുന്ന പേര് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നാണ്. രണ്ടാമത്തെ മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്താണത്? ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2,50,000 രൂപയ്ക്ക് ജനുവരി മാസം 1-ാം തീയതി 2003 എന്ന വർഷത്തിൽ മെഷീനറി വാങ്ങി ഒരു കമ്പനി, മെഗാ കമ്പനി എന്ന് പറയുന്ന കമ്പനി വാങ്ങി. എന്നിട്ട് പറയാം ഡിപ്രീസിയേഷൻ ഈസ് ടു ബി ചാർജ്ഡ് ആനുവലി. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്? വാർഷികമായിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഏത് മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ് എന്നത് ചോദ്യത്തിൽ വ്യക്തമാണ്. എന്നിട്ട് പറയുകയാണ് ദ യൂസ്ഫുൾ വർക്കിംഗ് ലൈഫ് ഓഫ് ദ മെഷീനറി. ആ മെഷീനറിയുടെ ഉപയോഗകാലം എന്ന് പറയുന്നത് 10 ഇയേഴ്സ്. എത്രയാണ് ഇതിൻ്റെ കാലാവധി? 10 വർഷമാണ്. ആൻഡ് ഇറ്റ്സ് സ്ക്രാപ്പ് വാല്യൂ. അതിൻ്റെ സ്ക്രാപ്പ് മൂല്യം എന്ന് പറയുന്നതോ
ആഫ്റ്റർ 10 ഇയേഴ്സ് 10 വർഷത്തിന് ശേഷം എസ്റ്റിമേറ്റഡ് ടു ബി ₹50,000. അപ്പോൾ 10 വർഷം ഇത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് എവറി ഇയർ ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രമല്ല, ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജും കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമ്പിൾ, സിമ്പിൾ, ഏബിൾ, നോബിൾ. വളരെ ലളിതമാണ് ഈ പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ക്വസ്റ്റ്യൻ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വഴി നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൂത്രവാക്യമാണ് എന്ത്? OC കുറയ്ക്കണം SV ഡിവൈഡഡ് ബൈ LT എന്നതാണ്. എന്താണ് OC? ഒറിജിനൽ കോസ്റ്റ്. SV എന്താണ്? സ്ക്രാപ്പ് വാല്യൂ. ഡിവൈഡഡ് ബൈ LT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈഫ് ടൈം. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? ഓക്കെ, അത് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 2,50,000. 2,50,000 നിന്ന് സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നു 50,000. അപ്പോൾ 2,50,000 നിന്ന് 50,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,00,000 കിട്ടും. ആ 2,00,000 എത്ര കൊണ്ട് ഹരിക്കണം? ഇഫക്റ്റീവ് ലൈഫ് ടൈം 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,000 കിട്ടും. 2,00,000 ഹരിക്കണം 10 സമം 20,000. 20,000 എന്നതാണ് എന്ത്? ഡിപ്രീസിയേഷൻ. മനസ്സിലായല്ലോ? ഓരോ വർഷത്തിലും അക്കൗണ്ടിൽ എഴുതേണ്ടത് ഡിപ്രീസിയേഷൻ എന്നത് 20,000 രൂപ എന്നതാണ്. ഓക്കെ, ഇനി ശതമാനം കാണണം. എത്ര ശതമാനമാണെന്ന് അറിയണമെങ്കിൽ ഈ 20,000 ഹരിക്കണം 2,00,000 ഇൻറ്റു 100 ചെയ്താൽ മതി. എത്രയാണ് കിട്ടിയ ഡിപ്രീസിയേഷൻ എങ്കിൽ ആനുവൽ ഡിപ്രീസിയേഷൻ ബൈ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻറ്റു 100. ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വാർഷിക ഡിപ്രീസിയേഷൻ, അത് 20,000 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഹരിക്കേണ്ടത് ടോട്ടൽ ഡിപ്രീസിയേഷൻ കൊണ്ടാണ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ആകെയുള്ളത് എത്രയാണ് നോക്കുക? 2,00,000. അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ശതമാനത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇലസ്ട്രേഷൻ 2. എ കമ്പനി ബോട്ട് മെഷീനറി അറ്റ് എ കോസ്റ്റ് ഓഫ് ₹7,000. അല്ലേ? 7,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങി ഓൺ 1 ജാനുവരി 2002. 2002 ജനുവരി 1-ാം തീയതിയാണ് വാങ്ങിയത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് ഈസ് 4 ഇയേഴ്സ്. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 4 വർഷമാണ്. ആൻഡ് ഇറ്റ് വിൽ ഫെച്ച് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂവിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ്, വേർഡാണ് ഫെച്ച് വാല്യൂ. എന്ത് വാല്യൂ? ഫെച്ച് വാല്യൂ. ഇറ്റ് വിൽ ഫെച്ച് ₹1,000 അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. അതിൻ്റെ അവസാനത്തിൽ വെൻ ഇറ്റ് ഈസ് സോൾഡ്, അങ്ങനെ വിറ്റു. ദ കമ്പനി ഡിസൈഡഡ്, കമ്പനി തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എഴുതി തള്ളാൻ തീരുമാനിച്ചു ബൈ ദ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഏത് മെത്തേഡ് പ്രകാരം? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം. Give the machinery account and depreciation account assuming that the books are closed on 31st December each year. ഡിസംബർ മാസത്തിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ഇതിനെ തയ്യാറാക്കേണ്ടത് എന്നും കൂടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടോ നോക്കുക. അപ്പം നമ്മൾ കാണുന്നുണ്ട് 7,000 രൂപ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കുക. അതേ തന്നിട്ടുണ്ട് 1,000 രൂപ. ലൈഫ് ടൈം തന്നിട്ടുണ്ടോ? ഉണ്ട് 4. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 7,000 കുറയ്ക്കണം, 1,000 ഹരിക്കണം 4 സമം 6,000 ഡിവൈഡഡ് ബൈ 4 1,500. ഈ 1,500 എന്നതാണ് ഓരോ വർഷത്തിലും സംഭവിക്കുന്ന ഡിപ്രീസിയേഷൻ. ഇനി നമ്മൾ തയ്യാറാക്കേണ്ടത് 2 അക്കൗണ്ടുകളാണ്. ഒന്ന് ഏതാണ് അക്കൗണ്ട്? മെഷീനറി അക്കൗണ്ട്. രണ്ടാമത്തേത് ഏതാണ് അക്കൗണ്ട്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ എന്താണ് എഴുതുക? ആദ്യം മെഷീൻ വാങ്ങണം. മെഷീൻ വാങ്ങുമ്പോൾ ജനറൽ എൻട്രി എന്താ? മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ഒരിക്കലും മെഷീനറി എന്ന് വരാൻ പാടില്ല, മെഷീനറി ടു ക്യാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുന്നു. എന്താണ് ഡേറ്റ് കൊടുക്കേണ്ടത്? വാങ്ങിയ ഡേറ്റ് 2002 എന്ന വർഷം ജനുവരി 1-ാം തീയതിയാണ് മെഷീനറി വാങ്ങിയിട്ടുള്ളത് അല്ലേ? അങ്ങനെയല്ലേ വാങ്ങിയിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ നോക്കൂ. ക്വസ്റ്റ്യനിൽ പറയുന്നു എ കമ്പനി ബോട്ട് മെഷീനറി വാങ്ങി അറ്റ് എ കോസ്റ്റ് ഓഫ് ₹7,000. എത്ര രൂപയുടെ വില? 7,000 രൂപയുടെ മെഷീനറി ഓൺ 1 ജനുവരി 2002. 2002 എന്ന വർഷം ജനുവരി 1-ാം തീയതിയാണ് വാങ്ങിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ
മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ മെഷീനറി വാങ്ങി എന്നുള്ളത് മെഷീനറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഡേറ്റ് നമ്മൾ എഴുതി 2002 ജനുവരി 1, ക്യാഷ് എന്ന് എഴുതി, എമൗണ്ട് കോളത്തിൽ 7000 എന്ന് എഴുതുക. പിന്നെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എത്ര രൂപയാണ്? 1500 രൂപ. ഈ ക്വസ്റ്റ്യനിലാണ് കേട്ടോ, എല്ലാ ക്വസ്റ്റ്യനിലും 1500 എന്ന് എഴുതി വെക്കരുത്. ഈ ക്വസ്റ്റ്യനിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1500 ആണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എഴുതുന്നു, ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ, അഥവാ രണ്ടാമത്തെ ഭാഗത്ത് ഡേറ്റ് എഴുതുന്നത് ഈ വർഷത്തിന്റെ അവസാന ഡേറ്റ് ആണ്. വാങ്ങിയത് 2002 ജനുവരി 1, ആ വർഷം അവസാനിക്കുന്നതോ 2002 ഡിസംബർ 31. ആ സമയത്ത് നമ്മൾ എഴുതണം ഡിപ്രീസിയേഷൻ, തേയ്മാനം സംഭവിച്ചു, എത്ര രൂപ? 1500. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വർഷത്തെ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഈ വർഷത്തിൽ നമുക്ക് അസറ്റ് ക്യാഷായി വന്നത് 7000, ഡിപ്രീസിയേഷനായി സംഭവിച്ചത് 1500. അപ്പോൾ ഇനി അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് എത്ര രൂപയുടെ അസറ്റ് ഉണ്ടാവുള്ളൂ? 5500. 5500 എങ്ങനെ വന്നത് മനസ്സിലായോ? 7000 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഒന്നാമത്തെ വർഷത്തിൽ 1500 ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പോൾ ബാക്കി വരുന്നത് 5500. ഇനി ഇതുപോലെ അടുത്ത വർഷത്തേക്ക് ബാലൻസിനെ കൊണ്ടുപോകണം. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ 2003 ആണ്, ജനുവരി 1-ാം തീയതി. 2003 ജനുവരി 1 ബാലൻസ് ബ്രോ ഡൗൺ 5500. അതേ വർഷത്തിന്റെ അവസാന ദിവസം ഡിസംബർ 31 ഡിപ്രീസിയേഷൻ 1500. സെയിം എമൗണ്ട് എഴുതുന്നതാണ് എന്ത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആയതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷത്തിലും ഒരേ സംഖ്യയായി മാറുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു, ബാലൻസ് ബ്രോ ഡൗൺ 5500. ആ വർഷത്തിൽ വീണ്ടും ഡിപ്രീസിയേഷൻ 1500, ബാക്കി 4000. അത് ആ 4000 ആണ് മൂന്നാമത്തെ വർഷത്തിലേക്ക് അഥവാ 2004 ജനുവരി 1 മാറ്റുന്നത് അല്ലേ? ബാലൻസ് ബ്രോ ഡൗൺ 4000. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ആവത്തക്ക രീതിയിൽ ഒന്നും ഇതിലില്ല, വളരെ സിമ്പിളാണ്. ആ വർഷത്തിലും ഡിപ്രീസിയേഷൻ 1500. അപ്പോൾ 4000-ൽ നിന്ന് 1500 കൂടെ പോയാൽ ബാക്കി എത്ര? 2500. ഇനി ആ 2500 നാലാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലെ ബാലൻസ് ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ബ്രോ ഡൗൺ 2005 ജനുവരി 1 ഡിപ്രീസിയേഷൻ അതേ വർഷം 1500, ബാക്കി എത്രയുള്ളത്? 1000. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ അഥവാ റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നത് അഥവാ അസറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനി നമ്മൾ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ഏത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഏതാണ് അക്കൗണ്ട്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതാൻ വളരെ സിമ്പിളാണ്. ഏത് അസറ്റിൻ്റെ പേര് നോക്കുക, മെഷീനറി. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതും ആദ്യം 2002 ഡിസംബർ 31. ശ്രദ്ധിക്കണം കേട്ടോ, ഡിസംബർ. ഡിപ്രീസിയേഷനൊക്കെ ലാസ്റ്റ് മന്താണ് വരിക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് മെഷീനറി, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വേറെ ഒന്നുമില്ല, അത് ഓരോ വർഷവും ക്ലോസ് ചെയ്ത് അങ്ങനെ പോവുക. വളരെ സിമ്പിൾ അല്ലേ? 2002 ഡിസംബർ 30 മെഷീനറി, 2002 ഡിസംബർ 31 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അവിടെ 1500, ഇവിടെ 1500. മെഷീനറി അടുത്ത വർഷത്തിൽ ഇവിടെ 1500, അപ്പുറത്ത് 1500. അപ്പോൾ വളരെ സിമ്പിളാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് പഠിച്ചത്? ഡിപ്രീസിയേഷൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റുകളാണ്. ആ അസറ്റുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ അസറ്റുകളുടെ മൂല്യത്തിൽ അഥവാ വിലയിൽ കുറവ് സംഭവിക്കും. ആ കുറവിനെ നാം വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ മെത്തേഡുകൾ 2 രീതിയിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് റിട്ടൺ ഡൗൺ വാല്യൂ അഥവാ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്നത്. ഓക്കെ, ഈ 2 മെത്തേഡിൽ ഒന്നാമത്തെ മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നതാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തന്നത്. അതെല്ലാവർക്കും കൃത്യമായി മനസ്സിലായല്ലോ. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ 100% ഗ്യാരൻറ്റിയോടുകൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. സംഖ്യകൾ മാത്രമേ മാറ്റമുണ്ടാവുള്ളൂ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് വഴി ഡിപ്രീസിയേഷൻ അക്കൗണ്ടും അസറ്റ് അക്കൗണ്ടും തയ്യാറാക്കാൻ എക്സാമിന് ചോദിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് മെത്തേഡാണ്. ഇതിലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണെന്ത്? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. WDV എന്ന് കാണും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ. WDV എന്താ അങ്ങനെ പറഞ്ഞാൽ? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്തായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്?
വെരി ഗുഡ്. അതന്നെ. എന്താണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്? ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഓർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. ഇതിനെ വിളിക്കുന്ന വേറെ പേരുകളാണെന്ത്? ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഈസ് റിട്ടൺ ഓഫ് എവറി ഇയർ ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഈ മെത്തേഡ് പ്രകാരം ഓരോ വർഷത്തിലും നേരത്തെ നമ്മൾ കണ്ട ഡിപ്രീസിയേഷനിൽ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ആയപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ 1000 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തിലും 1000 തന്നെ, മൂന്നാമത്തെ വർഷത്തിലും 1000 തന്നെ. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാൾമെന്റ് ഫിക്സഡ് ആയിട്ട് ഒരു സംഖ്യ തന്നെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ്. എന്നാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ഒന്നാമത്തെ വർഷത്തിൽ 1000 രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 10,000 രൂപ വിലയുള്ള ഒരു മെഷീൻ വാങ്ങി. അതിന് ആദ്യത്തെ വർഷം 1000 രൂപ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പോൾ അടുത്ത വർഷത്തിൽ അതിൻ്റെ വില എത്രയാ? 9,000. പക്ഷേ ആ വർഷത്തിൽ 1000 അല്ല അവിടെ ഡിപ്രീസിയേഷൻ എഴുതേണ്ടത്. ആ വർഷത്തിൽ 9,000-ൻ്റെ മുകളിലാണ് നമ്മൾ ശതമാനം കണക്കാക്കുക. ഉദാഹരണം നമുക്കിവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇലസ്ട്രേഷൻ 6. On 1st July 2000, Nissan and company purchased a machinery for ₹24,000. 2000 എന്ന വർഷം ജൂലൈ എന്ന മാസം 1-ാം തീയതി നിസാൻ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു? മെഷീൻ വാങ്ങി. എത്ര രൂപയ്ക്ക്? 24,000 രൂപയ്ക്ക്. ആൻഡ് സ്പെൻഡ് ചെലവഴിച്ചു ₹1,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ. ആ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി, ഫിറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടി എത്ര രൂപ കൊടുത്തു? 1000 രൂപ കൊടുത്തു. ഷോ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഇയർ 2000, 2001, 2002. കമ്പനി റൈറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ശ്രദ്ധിക്കണം, കമ്പനി റൈറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ എന്നാണ്. റൈറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് 20%. എ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ വായിക്കൽ എന്താ? എ വട്ടം എന്നല്ല, അറ്റ് ദ റേറ്റ് ഓഫ്. എന്താണ് വായിക്കുക? അറ്റ് ദ റേറ്റ് ഓഫ്. നിങ്ങൾ മെയിൽ ഐ ഡിയിലൊക്കെ @gmail.com എന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 20% പെർ ആനം. പെർ ആനം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ, ഓരോ വർഷത്തിലും 20%. ഓൺ ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഏത് മെത്തേഡ് പ്രകാരം? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം. ദ കമ്പനി ക്ലോസസ് ഹിസ് ബുക്സ് ഓൺ 31st December each year. അക്കൗണ്ട് എപ്പോഴാണ് അവസാനിക്കുന്നത്? ഡിസംബറിലാണ്. ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് മെഷീനറി അക്കൗണ്ടും തയ്യാറാക്കണം, ഡെപ്രീസിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കണം. മെഷീനറി അക്കൗണ്ട് മാത്രം ഇവിടെ പറയുന്നുള്ളൂ, അത് ശ്രദ്ധിക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വാങ്ങിയില്ലേ? എന്താ വാങ്ങിയത്? മെഷീൻ വാങ്ങി. എന്നാ വാങ്ങിയത്? ജൂലൈ 1-ാം തീയതി. ഏതാ വർഷം? 2000. നല്ലോണം ആലോചിക്കണം കേട്ടോ. വർഷങ്ങൾ ക്ലോസ് ചെയ്യുന്ന ഡിസംബറിൽ. ഇയാൾ അസറ്റ് വാങ്ങിയ മാസം ഏതാ? ജനുവരി ആണോ? അല്ല, ജൂലൈയിലാണ്. ജൂലൈ 1-ാം തീയതിയാണ് 24,000 രൂപ ക്യാഷ് കൊടുത്തുകൊണ്ട് മെഷീൻ വാങ്ങുന്നത്. അപ്പോൾ മെഷീനറിയുടെ അക്കൗണ്ടിൽ 2000 എന്ന കൊല്ലം, ജൂലൈ എന്ന മാസം, 1 എന്ന തീയതി എന്തെഴുതുക? ക്യാഷ്. എത്ര രൂപ? 24,000. വീണ്ടും ക്യാഷ് 1000. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്ന ചിലവില്ലേ, അതും കൂടെ അതിലേക്ക് കൂട്ടി എന്ന് മാത്രം. അപ്പോൾ 25,000 ആയി. അപ്പുറത്ത് 10% അല്ലേ ഡിപ്രീസിയേഷൻ പറഞ്ഞത്? വർഷത്തിൽ 10% അല്ലേ? അങ്ങനെ 10% ആണെങ്കിൽ 25,000-ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക. 25,000-ൻ്റെ 10% എത്രയാ? 2,500. വെരി ഗുഡ്. ഈ 2,500 ഒന്നാമത്തെ വർഷത്തിലെ ഡിപ്രീസിയേഷൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 25,000 അല്ലേ ടോട്ടല്? അതിൽ നിന്ന് 2,500 കുറയ്ക്കുക. അപ്പോൾ 22,500 ബാലൻസ് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ ബാലൻസ് ഉള്ളത് 22,500. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഒന്നാമത്തെ വർഷത്തിലെ ബാലൻസ് ആണ് രണ്ടാമത്തെ വർഷത്തിലേക്ക് വരിക. ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിൽ 22,500 മെഷീനാണ് ഉള്ളത്. ഈ 22,500 രൂപ വിലയുള്ള മെഷീനറി എന്ത് ചെയ്യുന്നു? അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഡിപ്രീസിയേഷൻ എത്രയാണ് സംഭവിക്കുന്നത്? ആ 22,500 രൂപയുടെ എത്ര ശതമാനം വരും? 10%. അപ്പോൾ 22,500-ൻ്റെ 20%. ഇവിടെ 20% കേട്ടോ, 20%. പിന്നെ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഒന്നാമത്തെ ഡിപ്രീസിയേഷൻ 25,000-ൻ്റെ 20%. 25,000-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 5,000 രൂപയാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ജൂലൈ മുതൽ ഡിസംബർ വരെ ആകുമ്പോൾ എത്ര മാസേ ഉള്ളൂ? 6 മാസേ ഉള്ളൂ. ആദ്യത്തെ 6 മാസ കാലയളവിൽ ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങിയിട്ടില്ല. രണ്ടാമതായിട്ട് തുടങ്ങുന്ന 6-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ ഡിസംബർ വരെ.
അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെയാകുമ്പോൾ ആ 2000 എന്ന് പറയുന്ന വർഷത്തിൽ 6 മാസം മാത്രമാണ് ആ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് 2500 ആണ്. ബാലൻസ് 22,500 കിട്ടി. അടുത്ത വർഷത്തിൽ ഇതിൻ്റെ 20%. ഏതിൻ്റെ 20%? അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബാലൻസ് 22,500 ഇല്ലേ, അതിൻ്റെ 20%. മനസ്സിലാവുണ്ടല്ലോ. ശേഷം ബാലൻസ് ചെയ്തു 18,000, പിന്നെ 18,000ൻ്റെ 20%. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആകുമ്പോൾ ഓരോ വർഷത്തിലും ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ മുകളിൽ വീണ്ടും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലുള്ളത്. എന്നാൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഒരു നിശ്ചിത തുക തന്നെയാണ് എല്ലാ വർഷത്തിലും ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഈ 2 മെത്തേഡുകളാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് വരുന്ന 2 മെത്തേഡുകളും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കും. കൃത്യമായി അത് ചെയ്ത് നിങ്ങൾ അയക്കുക. മനസ്സിലാവാത്തത് ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇതോടുകൂടി 7th ചാപ്റ്റർ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.